ഹലോ എവരി വൺ, വെൽക്കം ടു പൾപിറ്റ് ലേണിംഗ്സ്. HSST കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും വളരെ തിടുക്കത്തോടു കൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും കുറേ ആശങ്കകൾ ഉണ്ടാകും. നിങ്ങളുടെ ആശങ്കകളിൽ ഒന്നാണ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസും ഡീറ്റെയിൽഡ് സ്റ്റഡീസും നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദ്യം എവിടെ നിന്നാണ് വരേണ്ടത്, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ള കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ പൽപിറ്റിന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സുകളിലും ലൈവ് ക്ലാസ്സുകളിലും സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് സ്റ്റഡിയും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, കഴിഞ്ഞ പരീക്ഷകളിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീറ്റെയിൽഡ് സ്റ്റഡിയും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ UGക്കും PGക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില വലിയ വർക്ക്സ്, ഇപ്പൊ പാരഡൈസ് ലോസ്റ്റ് നമുക്ക് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ആയിട്ട് തരാറുണ്ട്. പാരഡൈസ് ലോസ്റ്റിലെ ഒരു ബുക്കല്ല, മുഴുവൻ ബുക്സും, അല്ലെങ്കിൽ പുരാതനമായ പണ്ടത്തെ ക്ലാസിക്കൽ റൈറ്റിംഗ്സ്, ഇപ്പൊ ബിവോൾഫ് പോലുള്ള വർക്ക്സ് ഒക്കെ നമുക്ക് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് തരാറുണ്ട്. എന്നാൽ ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് തരാറുണ്ട്. ആ സമയം ഡീറ്റെയിൽഡ് സ്റ്റഡി ആണെങ്കിൽ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് ഇൻഡെപ്തിലേക്ക് ഇറങ്ങി വരികൾക്കിടയിലൂടെ ഓരോ ആശയങ്ങളും മനസ്സിലാക്കി വായിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽഡ് സ്റ്റഡി തരുന്നത്. അതൊരു ഇന്റൻസീവ് റീഡിങ്ങിന് വേണ്ടിയാണ്, അല്ലെ? വളരെ തറവായി ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങണം, ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചു തന്നെ പഠിക്കണം. അതാണ് ഡീറ്റെയിൽഡ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ആകുമ്പോൾ വർക്ക്സ് അത്യാവശ്യം വലിപ്പമുള്ള വർക്ക്സ് ആയിരിക്കും. ഇപ്പൊ ഒരു 3000+ ലൈൻസ് എവിടെയുണ്ട്, ബിവോൾഫിലുണ്ട്. അത് മുഴുവനും നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ബാലഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു സ്റ്റോറി പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുപോലെ പമേല പോലുള്ള നോവലിലേക്ക് പോകുന്ന സമയത്ത് അത്രയും വലിപ്പമുള്ള നോവൽ വായിച്ചു തീർക്കുക പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് സൈലൻസ്, ദ കോർട്ട് ഈസ് ഇൻ സെഷൻ, അതൊക്കെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ വരികൾക്കിടയിലൂടെ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സിലബസ് നമ്മെ പറഞ്ഞു തരുന്നത്, സിലബസ് നമ്മെ പഠിപ്പിക്കുന്നത് കേട്ടോ. സിലബസ് നമ്മയാണ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ PSC അതൊക്കെ പാലിക്കാറുണ്ടോ, നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ സാധാരണ എക്സ്റ്റെൻസീവ് റീഡിങ്ങിൽ നമുക്ക് ആ വർക്കിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ മതി, ഒരു ജനറൽ അപ്രോച്ച് കിട്ടിയാൽ മതി. ഓരോ സെന്റൻസിലേക്കും ഇറങ്ങി ചെല്ലണ്ട. അവിടെ നിന്ന് കോഡ്സ് എടുത്തു വെച്ചുകൊണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് എടുത്തു വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. മൈന്യൂട്ട് ഡീറ്റെയിലിംഗിലേക്ക് പോകില്ല. ഒരു ഓവറോൾ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മതി. ഇതാണ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി. അപ്പൊ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയും ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ജനറലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതനുസരിച്ച് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ PSC നമ്മെ പറ്റിക്കുമോ ഇല്ലേ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. അതിലേക്ക് ഞാൻ വരാം. സോ നമുക്ക് 5 മൊഡ്യൂൾസ്, ഈ 5 മൊഡ്യൂൾസിലാണ് ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ് എന്ന ഡിവിഷൻ വരുന്നത്. 5 മൊഡ്യൂൾസ്. ഈ 5 മൊഡ്യൂൾസിൽ ആദ്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, 18th സെഞ്ചുറി വരെയുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അവിടെ ഡീറ്റെയിൽഡും നോൺ ഡീറ്റെയിൽഡും വരുന്നുണ്ട്. ദെൻ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ്, അവിടെയും ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ് വരുന്നുണ്ട്. 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലും ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, അവകളിലും ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ്. അപ്പൊ ഏകദേശം 5 മൊഡ്യൂൾസ്, ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ് അടക്കം 10 മൊഡ്യൂൾസ്. ഈ 10 മൊഡ്യൂൾസിൽ നിന്നും അറൌണ്ട് 50 ചോദ്യങ്ങൾ, 50 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഏകദേശം 50 ചോദ്യങ്ങളാണ് ഈ മൊഡ്യൂളുകളിൽ നിന്നും ചോദിക്കാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മൊഡ്യൂള് അത് ഡീറ്റെയിൽഡും നോൺ ഡീറ്റെയിൽഡും കൂടി ചേർത്താണ് അവർ ക്വസ്റ്റ്യൻസ് പരിഗണിക്കുന്നത്. ഒരു 10 മാർക്കിന്. ഇപ്പോൾ ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഡീറ്റെയിൽഡും നോൺ ഡീറ്റെയിൽഡും ചേർത്താണ് 10 മാർക്ക്. റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡിലും നോൺ ഡീറ്റെയിൽഡും ഡീറ്റെയിൽഡും ചേർത്താണ് 10 മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻസ് വരേണ്ടത്. പക്ഷെ PSC നമുക്കറിയാം പലപ്പോഴും അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പുതിയ സിലബസ് പ്രകാരം 2 എക്സാംസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത് കേട്ടോ. ജനറലി 2 എക്സാംസ്, ആ 2 എക്സാംസ് മുന്നിൽ വെച്ചുകൊണ്ടാണ്, ബൈ ട്രാൻസ്ഫർ അല്ല, അല്ലാതെ നടന്നിട്ടുള്ള, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള 2 എക്സാംസ് നടന്നിട്ടുണ്ട്. അത് 089/2023 VHSCയുടെ ഒരു എക്സാം നടന്നിട്ടുണ്ട്. അതിനു മുന്നേ നോട്ട് 78/2022 പ്രകാരം HSST എക്സാം നടന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം HSST എക്സാം നടന്നപ്പോൾ ഡീറ്റെയിൽഡ് ഏരിയയിൽ നിന്നും ഏകദേശം 29 ക്വസ്റ്റ്യൻസ് ആണ്.
ചിലപ്പോൾ കൗണ്ട് ചെയ്തതിൽ ഒന്നോ ഒരു മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ ആകാം. എന്നാലും 29 ക്വസ്റ്റ്യൻസ് ആണ് കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. നോൺ ഡീറ്റെയിലിൽ നിന്നും 21. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഡീറ്റെയിലിൽ നിന്ന് തന്നെയാണ്. ഇനി VHSCയിലേക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിലിൽ നിന്നും 20 ക്വസ്റ്റ്യൻസും നോൺ ഡീറ്റെയിലിൽ നിന്നും 20 ക്വസ്റ്റ്യൻസുമാണ്. ഡീറ്റെയിലിൽ നിന്നും 25 കേട്ടോ. ഡീറ്റെയിലിൽ നിന്ന് 25ഉം നോൺ ഡീറ്റെയിലിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഡീറ്റെയിൽഡിൽ നിന്ന് തന്നെയാണ് ഒരു പിടി ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത് ഡീറ്റെയിൽഡ് സ്റ്റഡീസിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഭാഗം നമുക്ക് ക്ലിയർ ആയി അല്ലെ? എങ്ങനെ നോക്കിയാലും ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽഡ് സ്റ്റഡീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി നേരത്തെ പറഞ്ഞതുപോലെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും PSC അതങ്ങ് മറന്നു പോകാറുണ്ട്. ഇത് നോൺ ഡീറ്റെയിൽഡ് ആണോ ഡീറ്റെയിൽഡ് ആണോ എന്ന് മറന്നു പോകാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ബോൺ ഇൻ ദ ഇയർ 1937 in Mussoorie, India as the daughter of a Bengali father and a German mother, educated in India, who lives in the United States of America, a fellow of the Royal Society of Literature and the American Academy of Arts and Letters, confesses that she feels about India as an Indian, whereas she thinks about it as an outsider. 1937 ഇന്ത്യയിലെ മുസോറിയിൽ ജനിച്ചു. അച്ഛൻ ബംഗാളിയായിരുന്നു, അമ്മ ജർമ്മൻകാരിയായിരുന്നു. പിന്നീട് വളർന്നത് അമേരിക്കയിലാണ്. റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചറിലും അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സിലൊക്കെ ഫെലോ ആയിരുന്നു. അവർ അവരെ കുറിച്ച് തന്നെ പറയുക, ഞാൻ ഇന്ത്യക്കാരിയാണ്, പക്ഷെ എനിക്ക് പലപ്പോഴും ഇന്ത്യക്കാരിയായിട്ട് ഫീൽ ചെയ്യാറില്ല, ഇങ്ങനെ പറഞ്ഞ എഴുത്തുകാരി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ട്? ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നില്ലേ? ഇതിന്റെ ഉത്തരം അനിതാ ദേശായി ആണ്. ക്ലിയർ ഡേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. ആ നോവലിന്റെ എഴുത്തുകാരിയാണ് അനിതാ ദേശായി, കിരൺ ദേശായിയുടെയൊക്കെ അമ്മ. അനിതാ ദേശായി നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മൾ പ്രൊഫൈൽ നോക്കുമ്പോൾ ബേസിക് ഡീറ്റെയിൽസ് നോക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇന്നാപ്പിൽ ക്ലാസ് പോയപ്പോൾ ഈ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അവർ ജനിച്ചത് മുസോറിയിലാണ്, ഫാദർ ബംഗാളിയാണ്, മദർ ജർമ്മൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റോയൽ സൊസൈറ്റിയിൽ മെമ്പർ ആയിരുന്നു. അപ്പൊ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ആണെങ്കിൽ കൂടിയും നമ്മൾ അതൊക്കെ പഠിച്ചിരിക്കണം. അതൊക്കെ പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും, നമ്മുടെ അനിതാ ദേശായിയുടെ പ്രൊഫൈല് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ഓതറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലും പഠിക്കണം. എന്നാൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലാക്കുമ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം. ഡീറ്റെയിൽഡ് സ്റ്റഡിയിലാകുമ്പോൾ അപ്പോൾ നമ്മുടെ ഷേക്സ്പിയറിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ HSST എക്സാമിന് നിങ്ങൾ ചോദിച്ചത് കണ്ടിട്ടുണ്ടാകും. ഷേക്സ്പിയറിന്റെ നാടകവുമായി ബന്ധപ്പെട്ട് നടന്ന അപകടങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, റിയോട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഷേക്സ്പിയറിന്റെ വിൽപത്രത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത്തരം ലെവലിലേക്കൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കേ പോവുള്ളൂ. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ അത്രയും ഡെപ്തിലേക്ക് പോകില്ല. പക്ഷെ റൈറ്ററിന്റെ പ്രൊഫൈൽ നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ദെൻ ഇത് യൂട്ടോപ്പിയയിൽ നിന്നുള്ള ചോദ്യമാണ്. In the novel Utopia by Thomas More, the narrator speaks of a stranger who seemed past the flower of age. His face was tanned, he had a long beard, and his cloak was hanging carelessly about him, so that by his looks and habits I conclude that he was a seaman. നോക്കൂ, അവിടുത്തെ ഡയലോഗ് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആ ഒറിജിനൽ ടെക്സ്റ്റിലെ ഡയലോഗ് അതേപോലെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാതെ സമ്മറി മാത്രം അറിയുന്ന ഒരാൾക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെയാണ് കാര്യം. ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിലെ ഡയലോഗ്സ് കണ്ടാൽ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇത് അങ്ങനെയല്ല. നിങ്ങൾ യൂട്ടോപ്പിയ വായിച്ചില്ല, അതിന്റെ സമ്മറി വായിച്ചപ്പോൾ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്, ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും. യെസ്, ഇത് പറഞ്ഞിട്ടുള്ളത് ആരായിരിക്കും? ഇത് പറഞ്ഞിട്ടുള്ളത് തോമസ് മോർ ആയിരിക്കും. ആരെ കുറിച്ചായിരിക്കും? റാഫേൽ ഹെറ്റിലുഡയെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹമാണ് ഇതിലെ സീമാൻ ആയിട്ട് വരുന്നത് അല്ലെ. ഇതിലെ ഒരു സഞ്ചാരി ആയിട്ട് വരുന്നത് റാഫേൽ ഹെറ്റിലുഡയാണ്. ബാക്കി ഓപ്ഷൻസിൽ പീറ്റർ ഗൈൽസ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. അദ്ദേഹം എന്തല്ല, സീമാൻ അല്ല. അങ്ങനെ ഒരു കോമൺ സെൻസോട് കൂടി നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പാനിക് ആകരുത്. പല ആളുകളും PYQ എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി പാനിക് ആകരുത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ചോദ്യം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചാൽ, സമ്മറി അറിയുന്ന ഒരാൾക്ക്, അത് എക്സ്റ്റെൻസീവായി റീഡ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. ദെൻ അടുത്തൊരു ചോദ്യം, ഇത് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ.
എന്ന് പറയുന്ന ദ കോർട്ടിസിസൺ സെഷൻ എന്ന് പറയുന്ന ഒരു പ്ലേയിൽ നിന്നുള്ള ചോദ്യമാണ്. വിജയ് ടെണ്ടുൽക്കർ എഴുതിയിട്ടുള്ളതാണ്. വെൻ ദർ ഈസ് എ വുമൻ ഓൺ ദ ഡോക്ക് ദ കേസ് ഡസ് ഹാവ് എ ഡിഫറെന്റ് കോംപ്ലക്ഷൻ. ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഒരു സ്ത്രീയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് കോടതിയുടെ ആ ഒരു ബോക്സിലുണ്ടല്ലോ, ഒരു നമ്മൾ എന്താ പറയാ, വിചാരണ ചെയ്യുന്ന ഒരു ബോക്സിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം ഉണ്ടാകും ആ ഒരു വിചാരണ കേൾക്കാൻ. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് പറഞ്ഞത് സുഗാത്മയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സുഗാത്മയാണ് ലീല ബെനാറയെ വിചാരണ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുഗാത്മ പറഞ്ഞിട്ടുള്ളതാ. ഇതും ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇത് സുഗാത്മയാണ് പറഞ്ഞതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ലീല ബെനാറയെ അക്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ലീല ബെനാറയെ വിചാരണ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവിടെ ഒരു ട്രയൽ നടത്തുന്നതിന് മുന്നേ നമുക്ക് സാധാരണ ടിപ്പിക്കലി നടത്തുന്ന ഒരു നാടകമല്ല വേണ്ടത്, ഒരു വെറൈറ്റി പിടിക്കണം എന്ന് പറയുമ്പോൾ സുഗാത്മ പറയാണ്, ഒരു സ്ത്രീയാണ് നമ്മൾ വിചാരണ ചെയ്യുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. സോ ദ പോസിബിലിറ്റി ഓഫ് അക്യൂസിങ് ബെനാറയെ കുറിച്ചാണ്, അത് നമുക്ക് ഉറപ്പാണ്. സുഗാത്മയാണ് പറഞ്ഞത് നമുക്കറിയില്ല. സുഗാത്മയാണ് അതിലെ പരാജിതനായ അൺസക്സസ്ഫുൾ ലോയർ. ആ പ്ലേയിലും ഒരു ലോയറിന്റെ പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും ഭാഗമായിട്ട് വിചാരണയ്ക്ക് വേണ്ടി വരുന്നതും സുഗാത്മയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡീസിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എഴുത്തുകാരുടെ പ്രൊഫൈലിൽ നിന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മാത്രം നിങ്ങൾ പാനിക് ആകരുത്. അത്തരം ചോദ്യങ്ങൾ എക്സ്റ്റെൻസീവ് റീഡ് ഉള്ള ഒരാൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. അല്ലെ, ഇവിടെ നിങ്ങൾ കണ്ടാൽ കോട്ട്സ് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് കോപ്പി പേസ്റ്റ് ചെയ്താണ് വന്നിട്ടുള്ളത്, എഴുത്തുകാരുടെ പ്രൊഫൈലിലേക്ക് ഇറങ്ങിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എക്സ്റ്റെൻസീവ് റീഡ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ഇത് കിട്ടും. അതിന് കുറച്ചുകൂടി ഒന്ന് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്നും ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം കിട്ടി. ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്നാണ് ഒരു പിടി ചോദ്യം കൂടുതൽ ഉണ്ടാവുക. ഇനി ഏത് ലെവലിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കുറേ ആഴത്തിൽ പോകുന്നത്. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ കുറച്ച് ആഴത്തിൽ പോയി എന്ന് നമുക്ക് ഫീൽ ചെയ്ത ചോദ്യങ്ങൾ പോലും ഒരു എക്സ്റ്റെൻസീവ് റീഡുള്ള ആൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ പഠിച്ചിരിക്കണം കേട്ടോ, പഠിച്ചിരിക്കണം. ഒറിജിനൽ ടെക്സ്റ്റ് എടുത്ത് വായിക്കാനുള്ള ഒരു ടെൻഷനോ മറ്റു കാര്യങ്ങളോ വേണ്ട. നിങ്ങൾക്ക് സമ്മറി അറിഞ്ഞാൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ചോദിക്കുന്ന മറ്റു ചില ആളുകൾ ചോദിക്കുന്ന അധികം ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു ആശങ്കയാണ്, ആദ്യം ഏത് പഠിക്കണം? ഡീറ്റെയിൽഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നോൺ ഡീറ്റെയിൽഡ് പഠിക്കണോ, അല്ലെങ്കിൽ നോൺ ഡീറ്റെയിൽഡ് വലുതല്ലേ അത് ആദ്യം പഠിക്കണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു സാൻഡ്വിച്ച് ടെക്നിക്കാണ്. ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് പറയുന്നുണ്ട് സാൻഡ്വിച്ച് ടെക്നിക്. ഒരു സാൻഡ്വിച്ചിൽ കണ്ടോ, മുകളിൽ ഒരു ബ്രെഡ് ഉണ്ടാകും, ഇവിടെ സെന്ററിൽ അവിടെ വീണ്ടും ഒരു ബ്രെഡ് ഉണ്ട്, അതിന് താഴെ ഒരു ബ്രെഡ് ഉണ്ട്, then ഇവിടെ വെജിറ്റബിൾ ലീവ്സ് ഉണ്ട്, ടൊമാറ്റോസ്, ക്യാരറ്റ്, ചീസ് ഇതൊക്കെ ഉണ്ട്. ഒരു പക്ഷെ നമുക്ക് വെജിറ്റബിൾ മാത്രം കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ സാൻഡ്വിച്ച് കഴിക്കും. സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ വയറിലേക്ക് പോകാറുണ്ട്. നിങ്ങളും അങ്ങനെയല്ലേ? ചിലപ്പോൾ ബ്രെഡ് മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവും, പക്ഷെ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ബ്രെഡോ ബണ്ടോ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ സാൻഡ്വിച്ചിൽ യൂസ് ചെയ്ത ടെക്നിക്ക്, സാൻഡ്വിച്ച് ഉണ്ടാക്കിയ സമയത്ത് അവിടെ യൂസ് ചെയ്ത ടെക്നിക്ക് എന്താ? പല ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ ഇഷ്ടമുള്ള കാര്യവുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ അത് വയറ്റിന്റെ ഉള്ളിലേക്ക് പോയി. ഇതേപോലെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയും മിക്സ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ആദ്യത്തെ ലെയർ ഉണ്ടല്ലോ, ഷേക്സ്പിയറിന്റെ സോണറ്റ്, 3 സോണറ്റുകൾ നിങ്ങൾ പഠിച്ചു. ഇതിനടുത്ത് നിങ്ങൾ ടു ഹിസ് കോയ് മിസ്ട്രസ് പഠിച്ചോളൂ, അത് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ലേ. അതിനുശേഷം നിങ്ങൾ വന്നു എന്തെടുത്ത് പഠിക്കാണ്? പാരഡൈസ് ലോസ്റ്റ് ഒക്കെ പഠിക്കാണ്. പാരഡൈസ് ലോസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ എക്സ്ഹോസ്റ്റഡ് ആയിരിക്കും. ആ സമയം നിങ്ങൾ നല്ലൊരു നോവൽ എടുത്ത് പഠിച്ചോ, റോബിൻസൺ ക്രൂസോ പഠിച്ചോളൂ. റോബിൻസൺ ക്രൂസോ വളരെ ദീർഘമായിട്ടുള്ളൊരു നോവലാണ്. അതിനുശേഷം നിങ്ങൾ എന്തെടുത്ത് വെച്ച് പഠിച്ചോളൂ? പൈഡി ബ്യൂട്ടി, ഒരു കുഞ്ഞു കവിതയാണ്. അതല്ലെങ്കിൽ ലാമ്പ് പഠിച്ചോളൂ, ടൈഗർ പഠിച്ചോളൂ. ഇങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്നും നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ നിന്നും മിക്സ് ചെയ്ത് പഠിക്കുക. എളുപ്പമുള്ളത്, ഇത് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് മാത്രം ബാധകമല്ല, എളുപ്പമുള്ളതും പ്രയാസമുള്ളതും മിക്സ് ചെയ്ത് പഠിക്കുക. ആദ്യം എനിക്ക് എളുപ്പമുള്ളതെല്ലാം തീർക്കാം, വലിയ വലിയ വർക്ക്സ് തീർക്കാം, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു വർക്ക്സിലേക്ക് വരാം എന്ന് ചിന്തിക്കാതെ മിക്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. പല ആളുകളുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പൊ സാൻഡ്വിച്ച് ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രിഫർ ചെയ്യുന്നത്. സോ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്ക്
കൽപ്പിറ്റിന്റെ ഒരു സുവർണാവസരം പങ്കുവെക്കാനുണ്ട്. HSST 75 ഡേയ്സ് എക്സാം ഫോക്കസ് ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു ഓഫർ പ്രൈസിൽ കിട്ടും. വെറും 6666 6666 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന്റെ ആക്ച്വൽ ഈ ഒരു കോഴ്സിന്റെ ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് 18,000 ആണ്. എന്നാൽ അത് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്കൊക്കെ നിങ്ങൾ വിളിച്ചാൽ മതി. കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. സോ ഡിയേഴ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെ പഠിച്ചാലും എവിടുന്ന് പഠിച്ചാലും മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് സ്മാർട്ട് വർക്കോട് കൂടി പഠിക്കുക. ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഇനിയുള്ള സമയം വളരെയധികം വിലപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട് അല്ലെ? നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. എന്നാൽ ഈ 24 മണിക്കൂറിൽ പ്രൊഡക്റ്റീവായിട്ട് സമയം ഉപയോഗിക്കുന്നതിലാണ് കാര്യം. ഞാൻ 5 മണിക്കൂർ പഠിക്കുന്നു, നിങ്ങളും 5 മണിക്കൂർ പഠിക്കുന്നു, എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്കം സെയിം അല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യുന്നതിലാണ് കാര്യം. 12 മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ 5 മണിക്കൂർ പഠിച്ചു, പക്ഷെ 5 മണിക്കൂറും പ്രൊഡക്റ്റീവ് ആയിരുന്നു, അതിലാണ് കാര്യം. അപ്പൊ പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യുക, ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കി വെക്കുക, പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടാവുക, അതിലുപരി ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വേണ്ട വിധത്തിൽ റെസ്റ്റ് എടുക്കുക, ഹെൽത്തും കൂടി കെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.